നമസ്കാരം. ശശി തരൂർ എംപിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരസ്യ പ്രസ്താവനകൾ വേണ്ട എന്ന് നേതാക്കളോട് ഹൈക്കമാൻഡ് പറഞ്ഞു കഴിഞ്ഞു. തരൂരിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ വിലക്കുന്ന കോൺഗ്രസിന്റെ ഭയത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി വിലയിരുത്തേണ്ടതുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എംപി ശശി തരൂരിനെ സംബന്ധിച്ച വിഷയങ്ങളിൽ പൊതുവിൽ പ്രസ്താവനകൾ നടത്തരുതെന്ന് നേതാക്കളോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത് വെറും ഒരു അച്ചടക്ക നിർദ്ദേശമെന്ന് തോന്നാം. പക്ഷേ കോൺഗ്രസിന്റെ തന്നെ രാഷ്ട്രീയ ചരിത്രം നോക്കുമ്പോൾ ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത് അതിലുപരി ഗൗരവമുള്ള കാരണങ്ങളാണ്. പാർട്ടി വിരുദ്ധ നിലപാടുകൾ എടുക്കുന്നവരെ തുറന്നുകാട്ടി തന്നെ ചോദ്യം ചെയ്യാനും നടപടിയെടുക്കാനും മടി കാണിക്കാത്ത കോൺഗ്രസ് തരൂരിനെ മാത്രം വെച്ച് ഇങ്ങനെ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ട്? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ യഥാർത്ഥ ഭയങ്ങളും ആശങ്കകളും വെളിവാകും. തരൂരിന്റെ പ്രസ്താവനകൾ കോൺഗ്രസിന് വിരുദ്ധ സ്വരം മാത്രമല്ല, ജനങ്ങൾ കേൾക്കുന്ന ശബ്ദമാണ്. ശശി തരൂർ ഒരു സാധാരണ നേതാവല്ല. ദേശീയ തലത്തിൽ വൻ പിന്തുണയുള്ള ബൗദ്ധിക ശേഷിയും രാഷ്ട്രീയ പ്രാപ്തിയുമുള്ള മുഖമാണ്. അദ്ദേഹം പറയുന്ന ഓരോ വാക്കും സാധാരണമായി പ്രചരണം നേടുകയും ജനങ്ങൾ ഗൗരവമായി എടുക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ തന്നെ കഴിഞ്ഞ മാസങ്ങളിൽ തരൂർ പറഞ്ഞ ചില അഭിപ്രായങ്ങൾ BJP നേതൃത്വത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണക്ഷമതയെയും കുറിച്ച് പലർക്കും ആകർഷകമായി തോന്നി. അദ്ദേഹം മോദിയുടെ ചില നേതൃഗുണങ്ങളെ അംഗീകരിച്ചപ്പോഴാണ് കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ അസ്വസ്ഥത തോന്നിയത്. കാരണം തരൂർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവർ കോൺഗ്രസ് അനുകൂലികളോ BJP അനുകൂലികളോ മാത്രമല്ല, നിഷ്പക്ഷമായ രാഷ്ട്രീയ നിരീക്ഷകരും യുവജനങ്ങളും കൂടിയാണ്. അതായത് തരൂർ മോദിയെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ വിശ്വസിക്കും എന്നതായിരുന്നു കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഭയം. തരൂർ സമകാലിക കോൺഗ്രസിനുള്ളിൽ ഏറ്റവും പ്രചാരമുള്ള നേതാവാണ്. കേരളത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് നേതാക്കളിൽ തരൂരിനൊരു പ്രത്യേക സ്ഥാനമുണ്ട്. അദ്ദേഹം യുവജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം പുലർത്തുന്നുവെന്നും കോൺഗ്രസിന്റെ ഭാവി മുഖമാകാനുള്ള സാധ്യതയുള്ള വ്യക്തിയാണെന്നും അംഗീകരിക്കപ്പെടുന്നു. ഇത്തരം ഒരു നേതാവിനെതിരെ നടപടി എടുക്കുന്നത് കോൺഗ്രസ് ധൈര്യപ്പെടാത്തത് സ്വാഭാവികമാണ്. പാർട്ടി വിരുദ്ധ പ്രസ്താവനകൾ ചെയ്ത് പുറത്തായ നിരവധി ചെറിയ മധ്യവർഗ നേതാക്കളെ പോലെ തരൂരിനെ കൈകാര്യം ചെയ്യാൻ ഹൈക്കമാൻഡിന് സാധിക്കില്ല. കാരണം തരൂർ ഒരു റിസ്കി കാർഡാണ് കോൺഗ്രസിന് എന്ന് വേണമെങ്കിൽ പറയാം. പോയാലും നഷ്ടം, പിടിച്ചു നിർത്തിയാൽ ഭയവും. തരൂർ പാർട്ടി വിടുമോ? ഇതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പേടി. തരൂർ പറഞ്ഞ ചില അഭിപ്രായങ്ങൾ BJP അനുകൂലമെന്ന തരത്തിൽ പ്രചരിച്ചതോടെ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും തരൂരിന്റെ BJPയിലേക്കുള്ള നീക്കത്തെ കുറിച്ച് അനവധി ചർച്ചകൾ ഉയർന്നു കഴിഞ്ഞു. തരൂർ ഔദ്യോഗികമായി അങ്ങനെയൊന്നും സൂചിപ്പിച്ചിട്ടില്ല എങ്കിലും കോൺഗ്രസ് ഭയക്കുന്നത് ഈ സാഹചര്യത്തെയാണ്. തരൂർ BJPയിലേക്ക് മാറുമെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് കോൺഗ്രസ് ആഴത്തിൽ ചിന്തിക്കേണ്ടി വരും. കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് അത് വലിയ നഷ്ടമുണ്ടാകും. തരൂർ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും ജനപ്രീതി നേടിയ കോൺഗ്രസ് പാർലമെന്റേറിയൻ ആണെന്ന് പല സർവേകളും ഇതിനോടകം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം ഒരു നേതാവിനെ നഷ്ടപ്പെടുന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരിക്കും. മധ്യവർഗ യുവജന പിന്തുണയെല്ലാം താറുമാറാകും. തരൂരിന് പിന്തുണയുള്ളവർ വളരെ കൂടുതലാണ്. അവരുടെ ഒരു നല്ല പക്ഷം BJPയിലേക്ക് മാറാനും സാധ്യതയുണ്ട്. പാർട്ടിക്കുള്ളിലെ നേതൃക്ഷാമം കൂടുതൽ തെളിയും. ഇന്ന് കോൺഗ്രസിനുള്ളിൽ ദേശീയ തലത്തിൽ ജനപ്രീതിയുള്ള മുഖങ്ങൾ വിരളമാണ്. തരൂരിനെ നഷ്ടപ്പെട്ടാൽ ആ ക്ഷാമം തുറന്നു കാട്ടപ്പെടുമെന്നും ഹൈക്കമാൻഡ് ഭയപ്പെടും. ഈ ഭയമാണ് ഇന്ന് തരൂരിനെ കുറിച്ച് ആരും ഒരു വാക്കുപോലും ശബ്ദിക്കരുതെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്നതിന് പിന്നിൽ. തരൂർ മോദിയുടെ ചില പോസിറ്റീവ് ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ വലിയ വിവാദങ്ങൾ ഉണ്ടായി. പക്ഷെ ഒരൊറ്റ കാര്യം തുറന്നു പറഞ്ഞാൽ മതി, മോദിയുടെ നേതൃഗുണങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുന്നതിന് കോൺഗ്രസിന് ഇന്ന് സാധിക്കാത്ത അവസ്ഥയാണ്. 10 വർഷം തുടർച്ചയായി ഭരണം നടത്തുന്നു, വലിയ ജനപിന്തുണ, ശക്തമായ നേതൃത്വ ഗുണം, ഇവയെല്ലാം ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ അപൂർവമാണ്. ഇതാണ് തരൂർ ചിലപ്പോൾ അംഗീകരിക്കുന്നത്. തരൂർ പറഞ്ഞത് കോൺഗ്രസ് നേതാക്കളെ അസ്വസ്ഥരാക്കിയതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ തരൂരിന്റെ വാക്കുകൾ ജനങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്ന ഭാഷയിലാണ് എന്നതാണ്. അദ്ദേഹം മോദിയെ പ്രശംസിക്കുന്നത് വെറും പുകഴ്ത്തൽ പോലെ തോന്നുന്നില്ല. വായിക്കുന്നവർക്ക് അത് യാഥാർത്ഥ്യവും സത്യസന്ധവുമായ വിശകലനം പോലെ തോന്നും. അതുകൊണ്ടാണ് കോൺഗ്രസിന് ഏറ്റവും വലിയ ഭയം. കോൺഗ്രസിന്റെ ചെറിയവനെ പുറത്താക്കും, തരൂരിനെ തൊടില്ല എന്ന നയം തന്നെ തരൂരിന്റെ ശക്തി വെളിവാക്കുന്നതാണ്. കോൺഗ്രസ് ചരിത്രം പരിശോധിച്ചാൽ പാർട്ടി വിരുദ്ധ പ്രസ്താവന ചെയ്താൽ നടപടിയെടുക്കുന്നതിൽ ഒരിക്കലും പിന്നോട്ടില്ലാത്ത ഒരു പാർട്ടി എന്നതാണ്. എന്നാൽ തരൂരിന് അതേ സമീപനം കാണിക്കാത്തതിൽ തന്നെ മറുപടി ഒളിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിന് തരൂരിനെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന സത്യം. കാരണം തരൂർ പോവുകയാണെങ്കിൽ അത് പാർട്ടിയുടെ തകർച്ചയുടെ മറ്റൊരു തുടക്കമായിരിക്കും. വിദേശകാര്യപരമായ ബൗദ്ധികതയും ആഗോള പരിചയവുമുള്ള തരൂരിനെ പോലെ ഒരു നേതാവിനെയാണ് ഇന്നത്തെ കോൺഗ്രസ് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത്.
അതിനാൽ തന്നെയാണ് ഹൈക്കമാൻഡ് നേതാക്കൾ പറയുന്നത് തരൂരിനെ കുറിച്ച് സംസാരിക്കരുത്, പ്രശ്നങ്ങൾ കൂടുതൽ വലുതാകാതിരിക്കട്ടെ. ഇതൊരു സ്ട്രാറ്റജിക് സൈലൻസ് ആണ്. കോൺഗ്രസിനകത്ത് തരൂരിനെ പോലെ കുറച്ചാളുകൾ കാണുന്നത് പാർട്ടിയുടെ ഭാവി നേതാവ് എന്ന നിലയിലും മറ്റു ചിലർ കാണുന്നത് എപ്പോഴും പാർട്ടിക്ക് മുകൾ പന്തിയിലുള്ള ഒരു സ്വതന്ത്ര സ്വരം എന്ന നിലയിലുമാണ്. തരൂരിന് വളരെ സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള ധൈര്യമുണ്ട്. പാർട്ടി നിഘണ്ടുവിന് പുറത്തുള്ള ഭാഷയും ആശയങ്ങളും അദ്ദേഹം അതിന് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് സാധാരണ കോൺഗ്രസ് നേതാക്കളുടെ രീതിയല്ല. ഈ സ്വതന്ത്ര സ്വരം തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിന് അസ്വസ്ഥതയുണ്ടാക്കുന്നത്. പക്ഷേ അതേ സ്വരം തന്നെ തരൂരിന് വലിയ ജനപ്രീതി നൽകിയിരിക്കുന്നു എന്നതാണ് മറ്റൊരു സത്യം. ഇതിന്റെ ഒടുവിലെ ചോദ്യം കോൺഗ്രസ് തരൂരിനെ നിലനിർത്തുമോ വിട്ടുകൊടുക്കുമോ എന്നുള്ളതാണ്. ഇന്ന് കോൺഗ്രസിന് തരൂരിനെ പുറത്താക്കാൻ കഴിയില്ല, വിട്ടുപോകാൻ ഇടയാക്കാനും കഴിയില്ല. പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതൊഴിച്ച് മറ്റൊന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല. തരൂരിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വിലക്കുന്നത് ഈ ഭയം കൊണ്ടാണ്. ഒരു തരത്തിൽ തരൂർ ഇന്ന് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ആശ്രയവും അതേസമയം ഏറ്റവും വലിയ ആശങ്കയുമാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ മൗനം തരൂരിനെതിരെയുള്ള നടപടിക്രമമല്ല, തരൂരിനെ നഷ്ടപ്പെടുമോ എന്ന വലിയ ഭയം തന്നെയാണ്. മോദി, BJP അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തെ കുറിച്ച് തരൂർ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. തർക്കിക്കാൻ ശ്രമിച്ചാൽ പാർട്ടിക്ക് തന്നെ ഇത് തിരിച്ചടിയാകും. തൊടാതിരിക്കുകയാണെങ്കിലും പാർട്ടിക്കുള്ളിലെ അവിശ്വാസം വളരും. ഈ സങ്കീർണ അവസ്ഥയിൽ കോൺഗ്രസിന് ചെയ്യാനാവുന്ന ഒരൊറ്റ കാര്യം തരൂർ പറയുന്നതും അദ്ദേഹത്തെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നതും പൊതുജനത്തിലേക്ക് എത്താതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതൊരു നേതാവിനെ സംരക്ഷിക്കുന്ന നിലപാടല്ല, ഒരു നേതാവിനെ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രതിരോധം മാത്രമാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച